ബന്ധങ്ങളെല്ലാം ബിസിനസ്സാണ്. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ദഹിക്കുകയുണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ഞാനിവിടെ എന്താണ് പറയുന്നതെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലായെങ്കിൽ നിങ്ങളിത് കേൾക്കണ്ട. ബന്ധങ്ങളെക്കുറിച്ച് സാഹിത്യങ്ങൾ പറയാനും ബന്ധങ്ങളെ പുകഴ്ത്തി പറയാനും അതിനെ ദിവ്യവൽക്കരിക്കുവാനും നമുക്ക് ആർക്കും സാധിക്കും, എനിക്കും സാധിക്കും. പക്ഷെ ഉള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാനും ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെയാണ് എന്നൊന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കൂടുതലും ആളുകൾ കൊണ്ടു നടക്കുന്ന ബന്ധങ്ങൾക്ക് പിന്നിലെ സൈക്കോളജിയാണ് ഞാനീ പറയുന്നത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന ഒരുപാട് മറ്റ് ജീവജാലങ്ങളുമുണ്ട് ഈ ലോകത്തിൽ. പക്ഷെ അവരെല്ലാം സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നത് അവരുടെ സർവൈവൽ നീഡിന് വേണ്ടി മാത്രമാണ്. എന്നാൽ മനുഷ്യൻ മറ്റു മനുഷ്യരോടൊപ്പം കണക്റ്റ് ആയിരിക്കുന്നതിൽ ഒരു ഇമോഷണൽ നീഡ് കൂടിയുണ്ട്. ആ ഇമോഷണൽ നീഡിൻ്റെ ഫുൾഫിൽമെൻറ്റ് കൂടെ ചേർന്നതാണ് മനുഷ്യൻ്റെ ബന്ധങ്ങൾ. മനുഷ്യൻ ബന്ധങ്ങളിലൂടെ പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ എക്സ്പെക്റ്റേഷനൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ, മറ്റൊരു സൈഡിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾ എന്നാൽ ബിസിനസ്സാണ്. ബിസിനസ് എന്നാൽ എന്താണ് അർത്ഥം? കൊടുക്കൽ വാങ്ങൽ, അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബിസിനസ് എന്നാൽ ക്രയവിക്രയമാണ്, കൊടുക്കൽ വാങ്ങലാണ്. ബന്ധങ്ങളെല്ലാം ക്രയവിക്രയമാണ്. എന്താണ് ക്രയവിക്രയം ചെയ്യുന്നത്? ഷെയറിങ് ആൻഡ് കെയറിങ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്ട്രേഞ്ചറും നിങ്ങളുടെ ഒറ്റ ബന്ധുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഒരു സ്ട്രേഞ്ചർക്ക് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ ഉറ്റ ബന്ധുവിന് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മുഖം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയുമോ? ഒരു സ്ട്രേഞ്ചർ എന്നാൽ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വ്യക്തി. ഒരു ബന്ധു എന്നാൽ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തി. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾ ബന്ധു എന്ന് വിളിക്കുന്ന വ്യക്തി വാസ്തവത്തിൽ ബന്ധുവാണോ സ്ട്രേഞ്ചറാണോ? നിങ്ങൾക്ക് രക്തബന്ധമുണ്ടോ, ഏതെങ്കിലും ബന്ധത്തിൻ്റെ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുണ്ടോ, സുഹൃത്ത് ബന്ധമുണ്ടോ, മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. നാം നമ്മുടെ മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുക, ആ വ്യക്തി വാസ്തവത്തിൽ എൻ്റെ ബന്ധുവാണോ ഒരു സ്ട്രേഞ്ചറാണോ? അതായത് എന്നെ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ചോദ്യം തിരിച്ചുമാവാം, ആ വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുമാകാം. കാരണം ബന്ധം ഒരു സൈഡിലേക്ക് മാത്രം നടക്കുന്ന പാലമല്ല, അത് രണ്ടു വശത്തേക്കും സഞ്ചരിക്കേണ്ട പാലമാണ്. ഏതെങ്കിലും ഒരു ബന്ധം ഒരു വശത്തേക്ക് നടക്കാൻ മാത്രമുള്ള പാലം പോലെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിന് ഭാവിയില്ല. ഇനി ഭാവി ഉണ്ടെങ്കിൽ തന്നെ ആ ബന്ധത്തിൽ ഒരു വ്യക്തി എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടതായും വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ബന്ധങ്ങളെല്ലാം ബിസിനസ്സാണ്. അതായത് ബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങലാണ്. ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ? സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു, സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്നേഹമാണ് എന്നാൽ അർത്ഥം ആ വ്യക്തിയുടെ മേലെ നമ്മുടെ സ്നേഹം, സമയം, എനർജി ഇങ്ങനെ പലതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? അതിലൂടെ എന്ത് ലാഭമാണ് നമുക്കുണ്ടാകുന്നത്? ഹാപ്പിനെസ് ഉണ്ടാകുന്നു, ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ഉണ്ടാകുന്നു, ഇങ്ങനെ പലതും ഉണ്ടാകുന്നു. ബന്ധങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹാപ്പിനെസ്സും പ്രൊട്ടക്ഷനുമാണ്, ഷെയറിങ്ങും കെയറിങ്ങുമാണ്. എന്നാൽ നമ്മൾക്ക് ചിലവാക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിരിക്കും. ഒരച്ഛനും അമ്മയും കുട്ടിയെ വളർത്തി വലുതാക്കുന്ന കാര്യം നോക്കുക. കുട്ടിയെ വളർത്തി വലുതാക്കുന്ന സമയത്ത് കുട്ടിയുടെ മേലെ സമയം, സ്നേഹം, എനർജി ഇവ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടിയെ വളർത്തുന്നത്. പക്ഷെ ഒരു സാധാരണ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടി വളർന്നു വലുതാകുന്നതിൻ്റെ ഹാപ്പിനെസ് ഓരോ ഘട്ടങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, കുട്ടി വളർന്നു വലുതായി കഴിയുമ്പോഴേക്കും ഞങ്ങൾ വയസ്സായിട്ടുണ്ടാകും, അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനായി എന്നുള്ള ചിന്തയും ഉണ്ടായിരിക്കും, ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായിരിക്കും. അതായത് അച്ഛനും അമ്മയും ഒരു ബിസിനസ്സിലാണ്, അതായത് ഒരു ക്രയവിക്രയത്തിലാണ്. എന്തിൻ്റെ ക്രയവിക്രയം? സ്നേഹത്തിൻ്റെ, സമയത്തിൻ്റെ, എനർജിയുടെ എല്ലാം ക്രയവിക്രയമാണ്. അങ്ങോട്ട് കൊടുക്കലായിരിക്കും ആദ്യത്തെ കുറേ വർഷം ഉണ്ടാവുക. പക്ഷെ ഇങ്ങോട്ടും പ്രതീക്ഷിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാൻ പൊതുവെ സാധാരണ മനുഷ്യർക്കൊന്നും തന്നെ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ബിസിനസ്സാണ് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബന്ധങ്ങളെല്ലാം ഒരു ഭാരമാണ്. ഇതൊരു സത്യമാണ്. എല്ലാ ബന്ധങ്ങളും ഭാരമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്നാൽ നിങ്ങളുടെ കൂടെ ഒരു ബന്ധു എക്സ്ട്രാ ആഡ് ആവുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ സുഹൃത്തുക്കളോ ഇങ്ങനെ ആര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എക്സ്ട്രാ ആഡ് ആകുമ്പോഴും നിങ്ങൾക്ക് ഒരു ഭാരം കൂടുകയാണ്. ഭാരം എന്നുള്ളതിനെ ഒരു നെഗറ്റീവ് സെൻസിലെടുക്കണ്ട. ഇതിനെ കുറച്ചുകൂടെ ലളിതമായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരൊറ്റ എൻജിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു
ട്രെയിൻ എഞ്ചിനാണ് നിങ്ങൾ. ജീവിതം എന്ന ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ എഞ്ചിനാണ് നിങ്ങൾ. ഒരു എഞ്ചിൻ മാത്രമേ ഉള്ളൂ, നിങ്ങളിൽ ഒരു കമ്പാർട്ട്മെൻറ്റും കണക്റ്റ് ആയിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഓരോരോ ബന്ധങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നിങ്ങളെന്ന എഞ്ചിനിലേക്ക് ഓരോ കമ്പാർട്ട്മെൻറ്റിനെ യോജിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ എത്രയധികം ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നോ അത്രയധികം നിങ്ങളെന്ന എഞ്ചിനിലേക്ക് കമ്പാർട്ട്മെൻറ്റുകൾ യോജിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ബന്ധങ്ങളും നിങ്ങളെന്ന എഞ്ചിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റുകളായി മാറും. അതായത് നിങ്ങൾക്കതെല്ലാം വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. ഇതിനെയാണ് ഭാരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെടുക്കുന്ന റിസ്ക് എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതായത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും സന്തോഷവും ഷെയറിങ്ങും കെയറിങ്ങും മാത്രമൊന്നുമല്ല, ഒരുപാട് റിസ്ക്കും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ബന്ധങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള റിസ്കുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിലൂടെയും നമുക്ക് സന്തോഷമുണ്ടാകും. അതെങ്ങനെയാണെന്നറിയുമോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കൂ. ഹാപ്പിനെസ് ഈസ് ദ റിവാർഡ് ഫോർ എ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നം പരിഹരിച്ചതിൻ്റെ റിവാർഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹാപ്പിനെസ്. എല്ലാ ഹാപ്പിനെസ്സും അങ്ങനെയാണെന്നല്ല അർത്ഥം. പക്ഷേ ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രധാന ഡെഫിനേഷനാണത്. നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബന്ധങ്ങളുണ്ടോ അത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാഭിമാനം ഉയരും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇങ്ങനെയാണ് ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഇങ്ങനെ മാത്രമല്ല, അല്ലാതെയും കിട്ടുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും എൻ്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ലവ് അഫെയർ അതല്പം വഷളായി ആ പെൺകുട്ടിയുടെ അച്ഛൻ അതൊരു പോലീസ് കേസാക്കി മാറ്റി. സാഹചര്യങ്ങൾ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെന്നെത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടിയും അച്ഛനും നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോളെ, ഈ ബിസിനസ്സിൽ നിന്റെ അച്ഛൻ എന്ത് ലാഭമാണുള്ളത് എന്ന്. അതായത് അച്ഛൻ ഈ പെൺകുട്ടിയുടെ പ്രണയത്തിന് തടസ്സമായിരുന്നു. അച്ഛൻ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പെൺകുട്ടിയോട് പോലീസ് ചോദിച്ച ചോദ്യമാണ്, ഈ ബിസിനസ്സിൽ അച്ഛൻ എന്ത് ലാഭമാണുള്ളത്. പെൺകുട്ടി ഞെട്ടിപ്പോയി. ഇതെന്ത് ചോദ്യമാണ്? ഏത് ബിസിനസ്? ബന്ധത്തെക്കുറിച്ചിട്ടാണ് പോലീസ് ചോദിച്ചത്. നിന്നെ 10-17 വർഷത്തോളം വളർത്തി വലുതാക്കിയപ്പോൾ അച്ഛൻ അതിൽ ഒരുപാട് സമയവും ഒരുപാട് ഊർജവും ഒരുപാട് സ്നേഹവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ അച്ഛൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതായത് ഈ മകളെ ഉപയോഗിച്ചിട്ട് ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട്. പക്ഷെ അതിനു മുൻപ് ഈ ബിസിനസ് ഒരു തുമ്പും വാലില്ലാതെ അവസാനിപ്പിച്ച് വേറെ എവിടേക്കോ ഈ പെൺകുട്ടി പോവുകയാണെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് അവിടെ പൊളിയുകയാണ്. അതാണ് പോലീസ് ചോദിച്ചതിനർത്ഥം. അച്ഛൻ്റെ ബിസിനസ്സിന് എന്ത് ലാഭമാണുള്ളത് എന്ന്. പോലീസ് വീണ്ടും തുടർന്നു, ഈ ബിസിനസ് എൻ്റെ മോളെ ആരംഭിച്ചു നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര കൊല്ലം നീണ്ട ഇൻവെസ്റ്റ്മെൻ്റാണ് സന്തോഷമെന്ന ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കളും ചെയ്യുന്നത് എന്ന് സ്വയം ചെയ്തു നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. ഇതൊരു ക്രയവിക്രയമാണ്. എനർജിയുടെയും ടൈമിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രയവിക്രയം. അതാണ് ബന്ധങ്ങൾ. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിനെതിരെ പോരാടാൻ ശ്രമിക്കണമെങ്കിൽ ഒരേ ഒരു നിർബന്ധം, നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആരെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് ആ വ്യക്തിക്കെതിരെ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ചിന്തിക്കുന്നത് നല്ല കാര്യവുമല്ല. കാരണം നിങ്ങൾക്ക് അന്നം, വസ്ത്രം, പാർപ്പിടം മുതലായവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ബേസിക് നീഡ്സ് പരിഹരിച്ചു തരുന്ന വ്യക്തിയാണത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ കേസിലേക്ക് തിരിച്ചു വരാം. ആ പെൺകുട്ടിക്ക് ഒരു പയ്യനുമായി ഇഷ്ടത്തിലാണ്. ആ പെൺകുട്ടിയുടെ അച്ഛന് അതിഷ്ടമല്ല. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇത് നമ്മുടെ നീഡ് ഹൈറാർക്കി പിരമിഡ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. ആ പെൺകുട്ടിയുടെ ബേസിക് നീഡ്സ് പരിഹരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛനാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന ആവശ്യം പരിഹരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ലവറാണ്. ബേസിക് നീഡ്സ് എന്ന ആവശ്യത്തിനേക്കാൾ മുകളിലാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന ആവശ്യം. പക്ഷേ ബേസിക് നീഡ്സ് എന്ന നീഡാണ് അടിസ്ഥാനം. അടിസ്ഥാനം നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി അതിന് മുകളിലുള്ളതെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അടിസ്ഥാനം പുതുക്കിപ്പണിതുകൊണ്ട് ആവാം. അതായത് സ്വന്തം കാലിൽ ജീവിക്കുന്നൊരു വ്യക്തിയായി മാറിയതിന് ശേഷം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ഒരു വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും തൻ്റെ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണ വിലയുണ്ടാവുകയില്ല. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. എന്നോട് ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ കാര്യത്തെ അച്ഛൻ ചോദ്യം ചെയ്യുന്നത് എന്ന്. അച്ഛൻ്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇതിൻ്റെ ലോജിക് വളരെ സിമ്പിളാണ് മോളെ. നീ നിന്റെ അച്ഛൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നിന്നെ ചോദ്യം ചെയ്യാൻ നിന്റെ അച്ഛന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നിന്റെ അച്ഛൻ നിന്റെ ചെലവിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് നിന്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല. ചോദിക്കുകയൊക്കെ ചെയ്യാം, അച്ഛൻ റെസ്പോണ്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതെല്ലാം ചില പച്ചയായ സത്യങ്ങളാണ്. ഇങ്ങനെയാണ് മനുഷ്യന്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. ആർക്ക് അണ്ടറിൽ ജീവിക്കുന്നുവോ അവർ ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ആരാണോ മുകളിൽ നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടില്ല. ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ ചോദ്യം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകും എന്ന് ഈ ചോദിക്കുന്ന ആൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവിടെ ചോദ്യം ചെയ്യില്ല. ഇതെല്ലാം ബന്ധങ്ങളുടെ ബിസിനസ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ബന്ധങ്ങളെല്ലാം ഒരു ക്രയവിക്രയമാണ്. സമയത്തിൻ്റെയും ഊർജത്തിൻ്റെയും ക്രയവിക്രയം. ഞാനൊരു വ്യക്തിയുടെ മേലെ എൻ്റെ സമയവും എൻ്റെ ഊർജവും ചെലവാക്കി നോക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചെനിക്ക് ഹാപ്പിനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇതെല്ലാം ഫീൽ ആവുന്നുണ്ടോ എന്ന് നോക്കുന്നു. അത് ഫീൽ ആകുന്നില്ല എങ്കിൽ ഈ ബിസിനസ് വേണ്ട, ഈ ബിസിനസ് നിർത്താം എന്ന് തോന്നുന്നു. ഈ ഒരു ടെൻഡൻസി പൊതുവെ കുറച്ച് കുറഞ്ഞു കാണുക അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹത്തിലാണ്. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച മറ്റൊരു വ്യക്തിയായത് കാരണത്താൽ അച്ഛനമ്മമാർക്ക് പൊതുവെ മക്കളോട് ഈ ബിസിനസ്സിൻ്റെ കണക്ക് പറയൽ കുറച്ച് കുറവായിരിക്കും. ഉണ്ട്, പക്ഷെ കുറവായിരിക്കും. പക്ഷെ മക്കൾക്ക് അച്ഛനമ്മമാരോട് അങ്ങനെ വേണമെന്നില്ല. ഒരിക്കലൊരു അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ മകളോടുള്ള അത്ര സ്നേഹം എൻ്റെ മകൾക്ക് എന്നോടില്ലാത്തത് എന്ന്. എന്താണ് അതിൻ്റെ ഉത്തരമെന്നറിയുമോ? ഈ അമ്മ ആ കുട്ടി ജനിച്ച മുതൽ 20 വർഷമായിട്ട് ആ കുട്ടിക്ക് വേണ്ടി ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അമ്മ ഏറ്റവും കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മകളുടെ മേലെയാണ്. അതായത് തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് ആ മകളുടെ മേലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മകളോട് അത്രയും സ്നേഹം കൂടും. എന്നാൽ ഈ മകൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടൊന്നുമില്ല. സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അമ്മയുടെ മേലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതായത് ആരിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് കൂടുതൽ സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യും. അവിടേക്ക് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയാണോ പണം നിക്ഷേപിച്ചിരിക്കുന്നത് ആ ചിട്ടി അല്ലെങ്കിൽ ആ ഫണ്ട് അല്ലെങ്കിൽ ആ ബാങ്ക് പൊളിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? കാരണം അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും മക്കളുടെ സന്തോഷം, മക്കളുടെ സുരക്ഷിതത്വം, മക്കളുടെ ഭാവി വളരെ ചിന്തയുണ്ടാകും, വളരെ സ്നേഹമുണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹവും സമയവും ഊർജവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അച്ഛനമ്മമാർ മക്കളുടെ മേലെയാണ്. പക്ഷെ മക്കൾ അച്ഛനമ്മമാരുടെ മേലെ അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്ന അത്ര മക്കളെപ്പോഴും അച്ഛനമ്മമാരെ സ്നേഹിക്കണമെന്നില്ല. ഇതെല്ലാം സ്നേഹമെന്ന ബിസിനസ്സിൻ്റെ ചില റൂൾസാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ബന്ധമെന്നത് ഒരു ബിസിനസ്സാണ്, ഒരു ക്രയവിക്രയമാണ്. ഈ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്നേഹവും സമയവും ഊർജവുമാണ്. ഈ ബിസിനസ്സിലെ ലാഭം ഹാപ്പിനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഷെയറിംഗ് ആൻഡ് കെയറിംഗ് അതാണ്. എന്നാൽ ഈ ബിസിനസ്സിലൂടെ നമുക്ക് വെറും സന്തോഷവും പ്രൊട്ടക്ഷനും മാത്രമല്ല, അത്യാവശ്യം പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഹാപ്പിനെസ്. അതുകൊണ്ട് ബന്ധങ്ങളെ പക്വതയോടുകൂടെ സമീപിക്കുക. ബന്ധങ്ങളോട് ഒരു ഫാന്റസിക് കാഴ്ചപ്പാടുണ്ടാവാതിരിക്കുക. ബന്ധങ്ങളെന്നാൽ ഇതാണെന്ന് മനസ്സിലാക്കുക. ഒരു ബന്ധത്തിലും പൂർണ്ണമായും മുഴുകിപ്പോകാതിരിക്കുക. തൻ്റെ ഹൃദയം പൂർണ്ണമായും മറ്റൊരാൾക്ക് നൽകാതിരിക്കുക. അവനവനെ സ്നേഹിക്കുന്നത് പോലെ മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുക. അതായത് ആദ്യം അവനവനെ സ്നേഹിക്കുക, എന്നിട്ട് മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ സ്വയം പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെയാവും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുണ്ടാവില്ല, മരിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെയാണ് സ്നേഹം. മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കുകയും അവനവനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ എന്നും അവരെ സ്നേഹിക്കാൻ നിങ്ങളുണ്ടാകില്ല. നിങ്ങൾക്ക് ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും വരും. അതുകൊണ്ട് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവനവനെ സ്നേഹിക്കുന്ന പ്രവൃത്തികളിൽ മുഴുകുവാനും പഠിക്കുക. ഇത് ജീവിതത്തിൽ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ട പ്രധാനപ്പെട്ടൊരു റൂളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളും ഒന്ന് ചിന്തനം ചെയ്തു നോക്കൂ. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.